നെല്ലായ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്താനും മോശമായി ചിത്രീകരിക്കാനും ശ്രമം നടക്കുന്നതായി പ്രസിഡന്റും UDF നേതാക്കളും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇതിനു പിന്നിലെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് UDF നേതാക്കളും ചെർപ്പശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും UDF നേതാക്കളും രംഗത്ത് വന്നത്. തെരുവുനായ പ്രശ്നം, വാർഡുകളിലെ പൊന്തവെട്ടൽ, വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്നതിലെ കാലതാമസം എന്നിവയായിരുന്നു അടിയന്തര ബോർഡ് യോഗത്തിലെ അജണ്ട. എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം പഞ്ചായത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തെരുവുനായ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പഞ്ചായത്തിനുള്ള പരിമിതികളേറെയാണ്. ഇത് നെല്ലായയിലെ മാത്രം പ്രശ്നമല്ല. പൊന്തവെട്ടാൻ ഓരോ വാർഡുകൾക്കും 30,000 രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. ഗുണഭോക്തൃ വിഹിതം നൽകുന്നതിലെ കാലതാമസം സർക്കാരിൽ നിന്നുള്ള പ്ലാൻ ഫണ്ട് ലഭിക്കാത്തതാണ്. 1.2 കോടി രൂപ മുൻ സർക്കാരിൻ്റെ കാലത്തെ ബജറ്റ് വിഹിതമായും 39 ലക്ഷം പട്ടികജാതി ഉപപദ്ധതി പ്രകാരവും ബാക്കി CFC ഫണ്ടും കിട്ടാനുണ്ട്. ഇത് ലഭ്യമാകുന്ന മുറയ്ക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകും. ഇതെല്ലാം മുൻഭരണസമിതി യോഗങ്ങളിൽ ചർച്ച ചെയ്തതാണെന്നിരിക്കെ അടിയന്തര ഭരണസമിതി വിളിച്ച് പഞ്ചായത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് പ്രസിഡന്റ് മുനീറ ബാനു, വൈസ് പ്രസിഡന്റ് NP രാമകൃഷ്ണൻ എന്നിവർ പറഞ്ഞു. നമ്മൾ ജനങ്ങളെ പരാതികൾ എടുത്തിട്ട് അജണ്ട വെച്ചിട്ട് ഓരോ അജണ്ടയും അത് ഓരോ ബോർഡും കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു വരികയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കലും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും റീൽസ് ആയാലും എല്ലാം അത് ഭരണസമിതിന് ഇപ്പോഴത്തെ ഭരണസമിതിനെ ഒരു അതിന്റെ പ്രതിച്ഛായക്കൊരു മങ്ങലേൽക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളെ ഭരണസമിതി ഒരു മോശക്കാരാക്കുക എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ ജനങ്ങളുടെ ആവശ്യങ്ങളെ നമ്മൾ ഇപ്പോ നിയമസഭ കഴിഞ്ഞിട്ടും നമ്മൾ പുതിയ ഭരണത്തിൽ കയറിയിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ അതിന് വേണ്ടപ്പെട്ടവരോട് ചർച്ച ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഇപ്പോ പൊന്തവെട്ടലിന്റെ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്, പിന്നെ നായനപിടുത്തത്തിന്റെ കാര്യങ്ങളാണ്, പിന്നെ ലൈഫിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഫണ്ടിന്റെ ലഭ്യതക്കുറവ് നന്നായിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ നമുക്ക് 1,63,00,000 സംതിങ് പൈസ തരാനുണ്ട്. അപ്പൊ അത് നമുക്ക് കടായിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അത് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭരണത്തിൽ നമ്മൾ ആ ഫണ്ടിന്റെ ഒരു കുറവ് നമ്മൾ നികത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ജനങ്ങൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ലൈഫിന്റെ അത് നല്ലൊരു പ്രശ്നം തന്നെയാണ്. PMA വഴിയുടെ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞങ്ങൾ അത് ആലോചിക്കുന്നുണ്ട്. അതിന് ബന്ധപ്പെട്ടവരോട് അത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് വലിയൊരു ആരോപണമായിട്ട് ഞങ്ങൾക്കും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിച്ചിരുന്ന് LDF UDF ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രീതിയിലല്ല ഞങ്ങൾ ഈ ഭരണം കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലിടയ്ക്ക് കയറിയവര് പിന്നെ ഈ നോട്ടീസ് തരികയും പിന്നെ ബഹളം വെക്കുകയും ഒക്കെ ഉണ്ടായി. നമ്മുടെ ബോർഡ് മീറ്റിംഗ് വെച്ച് പിന്നെ ഒരുപാട് ഒരു അപമര്യാദ രീതിയിലൊക്കെ തന്നെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വളരെ അക്ഷമരായി ഇരുന്ന് കേട്ടു. നമുക്ക് പറ്റാവുന്ന നല്ല രീതിയിലുള്ള മറുപടി, നമ്മുടെ മാനസികത്തെ മറുപടി ഞങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാലാണ് ഇത്തരം പ്രചാരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ N ജനാർദ്ദനൻ, UDF ചെയർമാൻ മേലാടയിൽ ബാപ്പുട്ടി, കൺവീനർ മൂസ പേങ്ങാട്ടി എന്നിവരും പറഞ്ഞു. ഇവിടെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാവും. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നെല്ലായിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയാൻ പറ്റില്ല, CPM-നേറ്റ കനത്ത തിരിച്ചടി, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ കനത്ത തിരിച്ചടി, ജനങ്ങളെ ഇവരെ ഈ രണ്ട് ഭാഗത്തുനിന്നും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPM-കാരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് ഇനി അവരത് ഉൾക്കൊള്ളണമെങ്കിൽ, കാരണം അവർക്കിപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇനി മുന്നിൽ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇപ്പൊ അവർ പറഞ്ഞ തെരുവുനായ ശല്യം സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചു, ഇത് മുൻപ് ചർച്ച ചെയ്തതാണ്. അവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഈ തെരുവുനായ്ക്കളൊക്കെ ഒരു 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള തെരുവുനായ്ക്കളാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ അങ്ങോട്ട് ജനിച്ചു വളർന്നത് 6 മാസം മുമ്പ് നെല്ലായ ഭരിച്ചത് LDF ആണ്.
CPM ആണ്. അന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന ആളുകൾ, ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്യാതെ തെരുവുനായ്ക്കളെ വളരാൻ അനുവദിച്ചു കൊടുത്ത ആളുകളാണിപ്പോൾ ഈ ഭരണം മാറിയപ്പോൾ തെരുവുനായ ശല്യം എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് പൊന്തക്കാടുകൾ, റോഡിന്റെ വക്കത്തുള്ള പൊന്തയും കാടുകളും വെട്ടുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് ഒന്ന് വന്നത്. അതും ഇവർ പറയുന്നത് കേട്ടോന്ന് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടെ പൊന്ത ഉണ്ടായില്ല. പെട്ടെന്ന് മുളച്ചു പൊന്തിയ 6 മാസം കൊണ്ട് മുളച്ചു പൊന്തിയ പൊന്തകളാണ് നെല്ലായിലുള്ളത് എന്നാണ് പറയുന്നത് കേട്ടതെന്ന്. ആ വിഷയം അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വിഷയം അവർക്കിപ്പോഴും ആ പരാജയം തങ്ങൾ ഭരണത്തിൽ ഇല്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ വിഭ്രാന്തിക്ക് യഥാർത്ഥ കാരണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധമുള്ള ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ എല്ലാ വാർഡുകളിലും വിശദീകരണ യോഗങ്ങൾ നടത്തുമെന്നും UDF നേതാക്കൾ അറിയിച്ചു. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.